ആദീസ് ന്യൂട്രിക്കോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്ന വിഷയം പെയിൻ മാനേജ്മെന്റ് ഡ്യൂറിംഗ് ഡെലിവറി. ഡെലിവറി ആവുന്ന സമയത്തുണ്ടാകുന്ന പെയിൻ എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും ഒരു പേടി സ്വപ്നമാണ്. അത് ആദ്യമായി ഗർഭിണിയാകുന്നവരാണെങ്കിലും മുൻപ് ഡെലിവറി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പോലും ഡെലിവറി പെയിൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പേടി സ്വപ്നമാണ്. നോർമൽ ഡെലിവറിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു പെയിൻ മാനേജ് ചെയ്യാനായിട്ട് എന്തെങ്കിലും വഴികളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ആദ്യം തന്നെ നമ്മുടെ സെർവിക്സ് എന്ന് പറയുന്ന ഭാഗം ക്ലോസ്ഡും അതേപോലെ തന്നെ ടഫ് ആയിട്ടുള്ള പാർട്ടുമാണ്. പക്ഷെ ഡെലിവറിയുടെ സമയത്ത് ഈ ഒരു ഭാഗം വളരെയധികം സോഫ്റ്റ് ആവുകയും തിന്നാവുകയും ഓപ്പൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഡെലിവറിയെ കുറിച്ച് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കൺട്രാക്ഷൻ സംഭവിക്കുന്നു. ഫോൾസ് കൺട്രാക്ഷൻ എന്താണ്, ട്രൂ കൺട്രാക്ഷൻ എന്താണെന്നൊക്കെ മുൻപ് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് കൺട്രാക്ഷൻ സംഭവിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ ആ ഒരു തേർഡ് ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോഴേക്കും ഈ ഒരു ബ്രീത്തിങ് പ്രാക്ടീസ് നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഡെലിവറിയുടെ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പെയിൻ മാനേജ് ചെയ്യാവുന്നതാണ്. ഈ ബ്രീത്തിങ് എക്സസൈസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മുടെ വായ അടച്ചുകൊണ്ട് മൂക്കിലൂടെ നമ്മൾ ശ്വാസം എടുക്കുന്നു. ഇൻഹൈൽ ചെയ്യുന്നത് മൂക്കിലൂടെയും എക്സൈൽ ചെയ്യുന്നത് നമ്മുടെ വായിലൂടെയും ആകണം. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ മൈൻഡും ബോഡിയും ഒരേപോലെ തന്നെ നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മൾ മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുകയും വായിലൂടെ ഈ കാണുന്നത് പോലെ എക്സൈൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡും ബോഡിയും ഒരേപോലെ റിലാക്സ് ചെയ്യാനായിട്ട് പറ്റും. ഡെലിവറി നടക്കുന്ന സമയത്ത് നമ്മളൊരു ക്യാൻഡിൽ ഊതിക്കെടുത്തുന്നത് പോലെ അത്രയും ഡീപ്പായിട്ട് നമ്മൾ പുറത്തേക്ക് ഊതുന്ന സമയത്ത് നമുക്ക് ഡെലിവറി കുറച്ചും കൂടി എളുപ്പമാക്കാനും സാധിക്കും. അതേപോലെ തന്നെ പെയിൻ മാനേജ് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് ഡെലിവറി പെയിൻ വന്നതിന് ശേഷം നടക്കുക. ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും അത് ചെയ്യുന്നുണ്ട്. നമുക്ക് പെയിൻ വന്നു തുടങ്ങുന്നു, കൺട്രാക്ഷൻ വന്നു തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കാൻ പറയുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് വഴി കുഞ്ഞ് കുറച്ചുകൂടെ പെൽവിക് ഭാഗത്തേക്ക് ഇറങ്ങാനും അതേപോലെ തന്നെ നമ്മുടെ ഡെലിവറി പ്രോഗ്രസ് ആവാനും നമ്മുടെ ആ ഒരു ഡെലിവറി കുറച്ചുകൂടെ പെട്ടെന്ന് നടക്കാനും പെയിൻ മാനേജ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ടച്ച് ആൻഡ് മസാജ്. അതായത് ഡെലിവറിയുടെ സമയത്ത് നമുക്ക് കൺട്രാക്ഷൻ വന്നു തുടങ്ങുന്നു, പെയിൻ വന്നു തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള സപ്പോർട്ടീവ് പേഴ്സൺ ആരാണോ, നമ്മുടെ റിലേറ്റീവോ അമ്മയോ ഹസ്ബൻഡോ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നടുഭാഗത്തൊക്കെ മസാജ് ചെയ്യുന്നതും ചെറിയ രീതിയിൽ തലോടുന്നതും ഒക്കെ നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ പെയിൻ കില്ലേഴ്സ് അല്ലെങ്കിൽ മൂഡ് ലിഫ്റ്റിംഗ് ഹോർമോൺസ് എന്നറിയപ്പെടുന്ന എൻഡോനോർഫിൻസ് ഈ ഒരു ടച്ച് ആൻഡ് മസാജിലൂടെ നമ്മുടെ ശരീരത്തിൽ റിലീസ് ചെയ്യാനും അതുവഴി നമുക്കൊരു ഡെലിവറിയുടെ സമയത്ത് ഒരു കംഫർട്ട് ഫീലിംഗ് തരാനും പെയിൻ മാനേജ് ചെയ്യാനായിട്ടും സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ മസിൽസിനെ റിലാക്സ് ചെയ്യാനായിട്ടും ഈ ഒരു മസാജ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാമതായിട്ട് ടച്ച് ആൻഡ് മസാജ് എന്ന് പറയുന്നത് നമുക്ക് ഡെലിവറി പെയിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. നാലാമതായിട്ട് വാം ഷവർ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ ഒരിക്കലും ഡെലിവറി സംഭവിക്കുന്നില്ല. എസ്പെഷ്യലി നമ്മൾ പ്രൈമയാണ്, അതായത് ആദ്യത്തെ കുഞ്ഞൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ പെട്ടെന്ന് കൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഡെലിവറി സംഭവിക്കണമെന്നില്ല. അപ്പൊ നമുക്ക് കൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സഹിക്കാൻ പറ്റുന്ന ഒരു പെയിൻ ആയിരിക്കും ആദ്യമൊക്കെ ഉണ്ടാകുന്നത്. സോ ഈ ഒരു സമയത്ത് നമ്മളൊരു ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെലിവറിയുടെ സമയത്ത് നമ്മുടെ മസിൽസ് ആ കൺട്രാക്ഷന്റെ സമയത്ത് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഇൻവോളണ്ടറി മസിൽസിന്റെ ടെൻഷൻസ് ഒക്കെ ഒന്ന് കുറയാനും, ഇൻവോളണ്ടറി മസിൽസിന്റെ ആക്ഷൻ ആണല്ലോ നമുക്ക് കൺട്രാക്ഷൻസ് ഉണ്ടാക്കുന്നത്, ഇൻവോളണ്ടറി മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ആവാനും അതേപോലെ തന്നെ നമുക്ക് എൻഡോനോർഫിൻസ് ഹോർമോൺസ്, നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞ നാച്ചുറൽ പെയിൻ കില്ലേഴ്സ് അല്ലെങ്കിൽ മൂഡ് ലിഫ്റ്റിംഗ് ഹോർമോൺസ് എന്ന് പറയുന്ന എൻഡോനോർഫിൻസ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു വാം ഷവർ, അതായത് ചെറു ചൂടുവെള്ളത്തിലുള്ള കുളി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുകയാണെങ്കിലും ഡെലിവറി പെയിൻ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അഞ്ചാമതായിട്ട് നമ്മൾ എക്സസൈസ് ഡ്യൂറിംഗ് പ്രഗ്നൻസി എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബർത്ത് ബോൾ എക്സസൈസസ്. അപ്പൊ ഈ ഒരു ബർത്തിങ് ബോളിന്റെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പെൽവിക് മസിൽസിന്റെ ഭാഗത്തേക്ക് മൂവ്മെന്റ് ഗ്രാവിറ്റി വഴി നമ്മുടെ കുഞ്ഞ് താഴേക്ക് മൂവ് ചെയ്യാനും ആ മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ആവാനായിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബർത്ത് ബോൾ എന്ന് പറയുന്നത്. സോ ഇത് എങ്ങനെയാണ് വാങ്ങേണ്ടത്, എത്ര ഹൈറ്റ് ഉള്ളവർ എത്ര സെന്റിമീറ്റർ ഉള്ള ബോൾ വാങ്ങണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ബർത്ത് ബോൾ എക്സസൈസ് ലേബറിന്റെ സമയത്ത് ഈ ഒരു കൺട്രാക്ഷൻ വന്നു തുടങ്ങുന്ന സമയത്ത് ഈ ഒരു ബർത്ത് ബോൾ എക്സസൈസ് ചെയ്യുന്നതും ഡെലിവറി പെയിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് റിലാക്സേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്, നമ്മൾ ഓവർ ടെൻസ്ഡ് ആയി കഴിഞ്ഞാൽ പ്രഗ്നൻസി പെയിൻ വന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഓവറായിട്ട് ടെൻസ്ഡ് ആവുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പ്രഗ്നൻസി കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവാനും അതുപോലെ ഒരുപാട് പെയിൻഫുൾ ആവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നമുക്ക് കൺട്രാക്ഷൻ വന്നു തുടങ്ങുന്ന സമയത്ത് ഫ്രീക്വന്റ് അല്ലാതെ കൺട്രാക്ഷൻ മെല്ലെ വന്നു തുടങ്ങുന്ന സമയത്ത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മ്യൂസിക് നമുക്ക് കേൾക്കാവുന്നതാണ്. വളരെ സോഫ്റ്റ് ആയിട്ട്, അതായത് ആ ഒരു പ്രഗ്നൻസി പീരീഡ് ഫുൾ ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ള പാട്ടുകൾ, അങ്ങനെ വളരെ ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക്
മ്യൂസിക് ഇടുന്നത് നമ്മൾക്ക് പ്രഗ്നൻസി പെയിൻ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ചില മണങ്ങൾ, അതായത് റോസ്, ലാവൻഡർ പോലുള്ള കാൻഡിൽസ് കത്തിച്ച് വെക്കുന്നതും റൂമിൽ അങ്ങനെ ഒരു പ്ലസന്റ് സ്മെല്ല് സ്പ്രെഡ് ചെയ്യുന്നതും പെയിൻ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സ്വെറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ റൂമിലെ ടെമ്പറേച്ചർ വന്നിട്ട് ഒരു വാം ടെമ്പറേച്ചർ ആയിട്ട് ഇടുക. ഒരുപാട് നമ്മൾ സ്വെറ്റ് ചെയ്യാത്ത രീതിയിൽ, ഒരുപാട് നമ്മൾ വിയർത്ത് അവിയുന്ന അവസ്ഥയിലേക്കും, അതേപോലെ തന്നെ ഒരുപാട് തണുത്തിട്ട് നമ്മുടെ കാലിലൊക്കെ മസിൽ ക്രാംസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത്രയും തണുപ്പിക്കാതെയും അത്രയും ചൂടാവാതെയും ഒരു വാം ടെമ്പറേച്ചർ നമ്മുടെ റൂമിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കണം. ഡിം ലൈറ്റ് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ ബ്രെയിനിൽ മെലാറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യാനും അതുവഴി നമ്മളെ ബോഡി റിലാക്സ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് റിലാക്സേഷൻ ടെക്നിക്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. കൺട്രാക്ഷൻ വന്നു തുടങ്ങുന്ന സമയത്ത് ഓവർ ടെൻസ്ഡ് ആവാതിരിക്കാനും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനും നമ്മുടെ ഒരു ലാസ്റ്റ് ട്രൈമസ്റ്റർ, നമ്മുടെ ആ ഡേറ്റ് അടുക്കുന്ന സമയത്തേക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെലിവറി പെയിൻ നമുക്ക് തന്നെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. നമുക്ക് കൺട്രാക്ഷൻ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ബ്രീത്ത് ചെയ്യാം. ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ ആ ഒരു കൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഋതത്തിൽ നമ്മൾ ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതേപോലെ തന്നെ നമുക്ക് എക്സസൈസ്, ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഹിപ്പ് മൂവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഹിപ്പ് റൗണ്ടിൽ നമുക്ക് മൂവ് ചെയ്യാവുന്നതാണ്. അതുവഴിയും നമ്മുടെ ഡെലിവറി പെയിൻ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ബർത്ത് ബോളിൽ ഇരുന്നിട്ട് ബാക്ക് ഫ്രണ്ട് പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നത് വഴിയും നമുക്ക് ഈ ഒരു പെയിൻ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ നമ്മുടെ റൂമിലുള്ള ഒരു ചെയറിലേക്ക് നമ്മൾ കുറച്ച് മുൻപോട്ട് ആഞ്ഞു നിന്നുകൊണ്ട് നമ്മുടെ ഹിപ്പ് മൂവ് ചെയ്യുന്നതും നമ്മുടെ പെയിൻ മാനേജ്മെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വാളിലേക്ക്, നമ്മുടെ ഭിത്തിയിൽ ഒന്ന് നമ്മൾ ലീൻ ചെയ്ത്, ഈ കസേരയിൽ ലീൻ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഭിത്തിയിലേക്ക് ചാഞ്ഞു നിന്നുകൊണ്ട് നമ്മുടെ ഹിപ്പ് റൗണ്ട് ഷേപ്പിൽ മൂവ് ചെയ്യുന്നതും നമുക്ക് പെയിൻ മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കും. ഈ പറഞ്ഞ ഏത് എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മുടെ ഇൻഹെയിൽ ആൻഡ് എക്സെൽ റിതം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവണം. മൂക്കിലൂടെ ശ്വാസം എടുക്കുകയും വായിലൂടെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ആ ഒരു റിതം നമ്മുടെ കയ്യിലുണ്ടാവണം. ഇത് കൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് നമുക്ക് പെയിൻ വന്നു തുടങ്ങുന്ന സമയത്താണ് ഈ പറഞ്ഞ എക്സസൈസുകൾ ചെയ്യാനായിട്ട് പറയുന്നത്. സ്ട്രോങ് കൺട്രാക്ഷൻ വരുന്ന സമയത്ത് ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്യുകയും നല്ല പ്രഷറിൽ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ ഊതിക്കെടുത്തുന്നത് പോലെ നമ്മൾ എക്സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെലിവറി നമുക്ക് വളരെയധികം ഈസി ആക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഓരോ ബ്രത്തും കൗണ്ട് ചെയ്യുന്നത് വഴി നമുക്ക് ആ ഒരു പെയിൻ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്രയും ടെക്നിക്സ് വഴി നമുക്ക് ഡെലിവറി പെയിൻ മാനേജ് ചെയ്യാൻ സാധിക്കാവുന്നതാണ്. സോ ഒരു ലാസ്റ്റ് ട്രൈമസ്റ്റർ ആകുമ്പോഴേക്കും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നത് നമുക്ക് ആ ഒരു ഡെലിവറിയുടെ സമയത്തെ ബുദ്ധിമുട്ടുകളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ നമ്മുടെ വീഡിയോയിൽ നിന്നും കുറച്ചെങ്കിലും ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്